നഗരമണ്ഡലത്തിൽ ഹൈബി ഈഡൻ സിറ്റിംഗ് എം പി വീണ്ടും ജയത്തിനായി പോരാടിയപ്പോൾ അവിടെ കെ ജെ ഷൈൻ എന്നുള്ള അപ്രതീക്ഷിത കാൻഡിഡേറ്റുമായാണ് LDF രംഗത്തെത്തിയത്. ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലേബി, UDFനെ സംബന്ധിച്ച് ഉറച്ച മണ്ഡലമാണ്, പക്ഷേ എത്രത്തോളം വോട്ട് അവിടെ കുറയ്ക്കാനാകും LDFന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടോ LDF മണ്ഡലത്തിൽ? ബിനിൽ, തീർച്ചയായും ബിനിൽ ചോദിച്ചത് തന്നെയാണ് ഇവിടെ വരുന്ന പ്രധാന കാര്യവും. അതായത് വിജയം എന്നതിനുപരിയായി എത്രത്തോളം വോട്ട് ഷെയർ UDFന്റെ കുറയ്ക്കാൻ ആകുന്നു പുതിയ സ്ഥാനാർത്ഥിക്ക് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. LDFനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം മണ്ഡലം എന്നുള്ളത് അത്ര വേഗം കീഴ്പ്പെടുത്താനാകുന്ന ഒന്നല്ല എന്ന് അവർക്കും നന്നായി അറിയാം. അതേസമയം UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ, UDFകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉറച്ച കോട്ടയായി UDF കണക്കാക്കുന്ന മണ്ഡലമാണ് എറണാകുളം. LDF അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പുതിയൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയത്. അതായത് കഴിഞ്ഞ തവണ P രാജീവനെയായിരുന്നു കളത്തിലിറക്കിയത്. അന്ന് 1,70,000 വോട്ടുകൾക്കാണ് ഹൈബി ഈഡൻ വിജയിച്ചു കയറിയത്. അന്ന് അൽഫോൺസ് കണ്ണന്താനം NDA സ്ഥാനാർത്ഥി 1,38,800 വോട്ടുകൾ പിടിക്കുകയും ചെയ്തു. എന്നാൽ എറണാകുളം മണ്ഡലത്തിന് ഒരു സവിശേഷ രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ഇവിടെ നടന്ന 16 ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടന്ന 16 തിരഞ്ഞെടുപ്പുകളിലും 13 തവണയും കോൺഗ്രസ് വിജയിച്ചു കയറി, UDF വിജയിച്ചു കയറി. അതുപോലെ തന്നെ 13 തവണ, ഇതിൽ 3 തവണ മാത്രമാണ് ഇവിടെ ലത്തീൻ സമുദായത്തിന് പുറമേ നിന്നുള്ള ഒരാൾ വിജയിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF പരീക്ഷിച്ചത് സമുദായ അംഗമായ KJ ഷൈനെ രംഗത്തിറക്കാനാണ്. എത്രത്തോളം വോട്ട് പിടിക്കും എന്നതാണ് ഇനി കാണേണ്ടത്. ഏതായാലും ഹൈബി ഈഡന് ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേത് നിലനിർത്താനാകുമോ എന്നും ഉറ്റുനോക്കുകയാണ്. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.